വെൽക്കം ടു ഫ്ലൈം ബേർഡ്സ്. ഇവിടെ നല്ല മഴയാണ്. ഈ കർക്കിടക മാസത്തിൽ നല്ല മഴയുള്ള ദിവസങ്ങളിൽ നമ്മൾ കോഴിമരുന്ന് വെച്ച് കഴിക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ തണുത്തൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ആളുകൾക്ക് ജോലിയും കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡീനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, അതായത് അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയെടുക്കാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് പണ്ട് കാലം തുടങ്ങി ഈ കോഴിമരുന്ന് ഉണ്ടാക്കി കഴിച്ചിരുന്നത്. അപ്പോൾ ഈ മാസം ഇത് കറക്റ്റ് പറ്റിയ സമയമാണ്. നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. കോഴിമരുന്ന് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഹീറ്റാവും. അതുകൊണ്ടാണ് നല്ല തണുത്ത സമയത്ത് കഴിക്കണം എന്ന് പറയണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെയാണ് ഒന്ന് കാണിക്കണേ. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ചെറുപ്പകാലം തുടങ്ങിയേ ഞാനിത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഞാനെല്ലാം ഉണ്ടാക്കാറ്, എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തരും, ഞങ്ങൾ കഴിക്കും. അപ്പോൾ ഈ പ്രാവശ്യം അമ്മച്ചി തന്നെയാണ് ഉണ്ടാക്കണേ. എന്തൊക്കെ ഐറ്റംസ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ മരുന്നിലിടണ ഓരോ ഐറ്റവും അതെന്തിനാണ് യൂസ് ചെയ്യണേന്നുള്ള വിവരങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം നമ്മുടെ ബോഡീനെ ഒന്ന് ഫിറ്റാക്കി ഹെൽത്തിയാക്കി നിർത്തും ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്മൂത്തായി പോയിക്കോളും. വലിയ അസുഖങ്ങളൊന്നും വരാണ്ടൊക്കെ മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഞങ്ങൾ 2 ചിക്കനാണ്, നാടൻ കോഴി നാടൻ കോഴി 2 എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള അളവാണ് പറയണത്. 1/2 കിലോ ചെറിയുള്ളിയും 250 വെളുത്തുള്ളിയും ഇത് രണ്ടും കൂടി ഇടുക. പിന്നെ ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ഇട്ടിട്ട് ഈ 3 ഐറ്റം, അത് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇത് ഇട്ടിട്ട് ഞാൻ 2 വിസിൽ അടിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ വേവാനായിട്ട്. അപ്പോൾ അത് എളുപ്പമാക്കാൻ വേണ്ടി കുക്കറിലിട്ട് ഞങ്ങൾ വേവിക്കണം കേട്ടോ. അമ്മച്ചിയാണ് ചെയ്യണത്. എല്ലാം ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യണ ഐറ്റമാണല്ലോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നല്ലെണ്ണയും കൂടി ഇട്ടാണ് ഒഴിക്കണേ. അതായത് വെളിച്ചെണ്ണ 100 ഗ്രാമാണ് വേണ്ടത്, നല്ലെണ്ണ 100 ഗ്രാം വേണം. അതുപോലെ തന്നെ RKG 100 ഗ്രാം വേണം. കൂട്ടത്തിൽ കൂടെ ഒരു 50 ഗ്രാം നെയ്യും. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ ഇറച്ചി അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആ അളവിൽ നിന്ന് തന്നെ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കാം. അതിന് ശേഷം വലിയൊരു പാത്രം, ഉരുളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഉരുളിയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ നല്ലെണ്ണയും വെളിച്ചെണ്ണയും പിന്നെ RKGയും നറുനെയ്യും കൂടി ഒഴിക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ കിട്ടും. നമ്മുടെ ഈ വൈദ്യശാലകളിൽ ചെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഈ അളവ് കോഴിയാണ് വെക്കണേ, അപ്പോൾ അതിലേക്കുള്ള മസാലക്കൂട്ട് തരാൻ പറഞ്ഞാൽ മതി. പണ്ടൊക്കെ ഇതെല്ലാവരും പൊടിച്ചാണ് വീട്ടിൽ യൂസ് ചെയ്യാറ്. ഇതൊക്കെ എളുപ്പമുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ കറക്റ്റ് അളവിനുള്ള ഒരു പാക്കറ്റായിട്ട് തരും നമുക്ക്. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങാം. ആ മിക്സ് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കിയെടുത്ത് വേവിച്ച് യൂസ് ചെയ്യാം. നല്ലോണം എണ്ണയും സാധനങ്ങളൊക്കെ ഇതിൽ ചേരുന്നുണ്ട്. പക്ഷെ ഒന്നിച്ചോടുകൂടി അല്ലാട്ട് തിന്നാൻ 2-3 ദിവസം കൊണ്ടാണ് നമ്മളിത് കഴിക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ വേറെ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. നല്ല കാലറി കൂടിയ ഐറ്റംസാണ്. പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ സൂക്ഷിച്ച് കഴിക്കുക, അളവൊക്കെ കുറച്ച് കഴിക്കാം. ഇവിടെ എല്ലാം മസാലക്കൂട്ടും പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് കഴിക്കണത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയാണ് കഴിക്കുക കേട്ടോ. ഈ ചിക്കൻ, ഈ ഇറച്ചിയുടെ മരുന്നില്ലേ, അതും കോഴിമരുന്നും ഈ ചോറും നല്ല ചൂടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മട്ടിക്കും. അപ്പോൾ അത് നല്ല ചൂടുള്ള കോഴിമരുന്നും ചോറും കൂടി മിക്സ് ചെയ്താണ് കഴിക്കാം. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് മട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി പച്ചമുളകും ഉള്ളി ഇട്ടിട്ടുള്ള ഒരു ചെറിയ ചമ്മന്തിയില്ലേ, അതും കൂടി മിക്സ് ചെയ്താണ് കഴിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ മട്ടില്ല.
അങ്ങനെ ദേ കോഴിമരുന്നൊക്കെ വെച്ച് നല്ല തണുപ്പല്ലേ, ഇപ്പോൾ കഴിക്കാൻ പറ്റിയ സമയമാണ്. എല്ലാവരും വെച്ച് കഴിക്കി. ഇവിടെ ബോഡിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരട്ടെ. അപ്പം അത് സാധിക്കുന്നവരൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കട്ടോ. ബോഡി നല്ല ഹെൽത്തി ആയിട്ട് മാറട്ടെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.